എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സായിയും റിന്നിൻ്റെയും പാസ്റ്റാണ് ഗൈസ് കാണിക്കുന്നത്. സായി ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫുട്ബോൾ കളിക്കുമായിരുന്നു. അവന് കുറേ റിവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മീഡിയക്കാരൊക്കെ അവനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ വരുമ്പോഴോ അവനെ അതിന് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാതെ അവരെ കളിയാക്കിയിട്ട് ഇതൊന്നും നിൻ്റെ വിഷയമല്ലടി എന്ന് പറഞ്ഞു പോകും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ റിന്നും സായിയും കൂടെ ഒരു ലക്കി ഡ്രോ പോലെയുള്ള ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കും. അതിനകത്ത് ഭാഗ്യം കാണും അത് കിട്ടുന്നത് നമ്മുടെ റിന്നിനാണ്. അത് സായിക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് സായി പറയും, ഇതിനു വേണ്ടിയൊക്കെ ഭാഗ്യം കളയുന്നത് വെറും മണ്ടത്തരവാണ്. എനിക്ക് ഫുട്ബോളിൽ ജയിക്കുക എന്നുള്ളത് മാത്രം എൻ്റെ ആഗ്രഹം. ബെസ്റ്റ് സ്ട്രൈക്കർ ആവുക എന്നുള്ളതിനെ വിളിച്ച് എനിക്ക് വേറെ ഒന്നും വലുതല്ലെന്ന് പറയും. അതിന് ശേഷം നമ്മുടെ റിൻ പറയും, എൻ്റെ ചേട്ടന് തോക്കാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ ചേട്ടൻ എപ്പോഴും ജയിക്കണം, അതാണ് എൻ്റെ ചേട്ടൻ്റെ ആഗ്രഹം എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സായി ഫുട്ബോൾ കളിക്കുന്ന നമ്മുടെ റിൻ കാണും. അങ്ങനെ സായി ഫുട്ബോൾ കളിക്കുന്ന നമ്മുടെ റീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനും ആലോചിക്കും, എനിക്കും എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ സൂപ്പർ ആവണം, കൂളാവണം, അടിപൊളിയാവണം എന്ന് പറയും. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സായി ബോൾ എടുത്തുകൊണ്ട് പോയി ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. പക്ഷേ അവനെ കൊണ്ട് അടിക്കാൻ പറ്റത്തില്ല. അവൻ ആർക്കെങ്കിലും പാസ് കൊടുക്കണം. അങ്ങനെ പാസ് കൊടുക്കാൻ വേണ്ടി അവിടെ ആരും ഇല്ലായിരിക്കും ആ പാസ് റിസീവ് ചെയ്യാൻ. ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് റിൻ കയറി വന്ന് ആ പാസ് റിസീവ് ചെയ്യും. എന്നിട്ട് റിൻ അവിടെ ഒരു ഗോൾ അടിക്കും. ശരിക്കും പറഞ്ഞാൽ അവരെ കളി ജയിച്ചു. പക്ഷേ അവൻ്റെ ടീംമേറ്റ്സ് എല്ലാം നമ്മുടെ റിന്നിനോട് ദേഷ്യപ്പെടും, നീ എന്തിനാണ് ഇവിടെ കയറി വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷേ സായ അവരുടെ വായടപ്പിച്ചിട്ട് റിന്നിനടുത്ത് പോകും. അപ്പോൾ റിമ്മിയായിരിക്കും സായ അവനെ വഴക്ക് പറയാൻ വരുവാന്ന്. പക്ഷേ അതിന് പകരം സായ അവനോട് പറയും, നീ ഒരു അടിപൊളി ഗോൾ ഇപ്പോൾ സ്കോർ ചെയ്യാമെന്ന്, നീ ഇനി എൻ്റെ കൂടെ ഫുട്ബോൾ കളി, നിനക്ക് വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവാമെന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞിട്ട് എന്ന് പറയും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന പ്രസൻറ്റ് ടൈം ആയിരിക്കും. അവിടെ ഇസാഗിയുടെ അച്ഛനെയും അമ്മയും അവനെ ഓർത്ത് നല്ല പ്രൗഡായിട്ടും അവൻ്റെ ടീം ലീഡിൽ നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിലുമായിരിക്കും. അപ്പോഴായിരിക്കും പുറന്ന് ശബ്ദം കേൾക്കുന്നത്, ഡാ ബാച്ചിറാ, നീ ഒരു സ്ട്രൈക്കറാ, നിനക്കും ഗോൾ അടിക്കണോടാന്ന് ഇങ്ങനെ ആലറും പറയുന്നത്. അത് നോക്കുമ്പോൾ നമ്മുടെ ബാച്ചിറയുടെ അമ്മയായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നേരം സംസാരിക്കും. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ബാച്ചിറയുടെയും ഇസാഗിയുടെയും കളിയുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ്, ആ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അവർ തമ്മിലുള്ള കാര്യമെന്ന് ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കും. പിന്നെ ബാച്ചിറയുടെ അമ്മ അപ്പരായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ശരിക്കും ഇത്രയും നാൾക്ക് ശേഷം അവനെ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് കിട്ടുന്നതും അവനെ എത്ര സന്തോഷത്തോടെ അവർ കാണുന്നത്. അതിന് നമ്മൾ ഇസാഗിയുടെ അമ്മയോടും അച്ഛനോട് താങ്ക്സ് പറയും. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ചിഗിരിയാണെങ്കിൽ അവൻ്റെ ചേച്ചിയും അമ്മയും കൂടെ വിളിക്കുന്നതായിരിക്കും. ചിഗിരി ഇത് കാണുമ്പോഴേ നാണക്കേട് പോലെ ഒരു ഫീല് തോന്നും അവന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാബീറ്റോയും ഒറ്റയും ഇല്ലേ, അവർ രണ്ടും മറ്റേ ഡാ അറേ ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് അവനെ ടീസ് ചെയ്യാൻ തുടങ്ങും. പറയും, ഡേ എൻ്റെ ചേച്ചിയാടാ എന്ന് പറയും, കൊള്ളാലോടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ചേച്ചി നല്ല കാണാൻ നല്ല ക്യൂട്ടൊക്കെ തന്നെ, അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം നമ്മുടെ ജപ്പാൻ U20 അഡ്വൈസറിനെ ആയിരിക്കും കാണിക്കുന്നത്. പുള്ളിക്കാരാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരിക്കും. പുള്ളിക്കാരാണെങ്കിൽ നമ്മുടെ U20 മാനേജറിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമായിരിക്കും, എന്തുകൊണ്ടാണ് നമ്മുടെ ടീം തോറ്റുകൊണ്ടിരിക്കുന്നത്, നീ ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞേ, നമ്മൾ ജയിക്കും മറിക്കും, നിനക്കറിയാമല്ലോ തോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജാപ്പാൻ്റെ ഫുട്ബോൾ ഈ കരിയർ തന്നെ മാറ്റി മറിക്കേണ്ടി വരും, ഇനി ജയിക്കുന്ന ആളാ തോക്കുന്ന ആൾക്ക് എന്ത് വേണം തീരുമാനിക്കുന്നത്, ഒന്നും അറിയാത്തതൊന്നുമല്ലോ നീ എന്ന് പറയും. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന ബ്ലൂ ലോക്കിനെ ആയിരിക്കും. ബ്ലൂ ലോക്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും, അവരാണല്ലോ ഇപ്പോൾ ലീഡിൽ, അത് കാണണം. അതിനുശേഷം അന്നോട്ടേക്ക് നമ്മുടെ ഈഗോ കയറി വരും. ഈഗോ കയറി വേണ്ടി പറയും, എല്ലാവരും അടങ്ങ്, അധികം സന്തോഷിക്കുകയൊന്നും വേണ്ടെന്ന് പറയും. എന്നിട്ട് പറയും, നമ്മൾ ഇത്ര നേരം പ്ലാൻ ചെയ്ത് ഒന്നും ഈ മാച്ചിനകത്ത് വർക്ക് ചെയ്തില്ല. ശരിക്കും നമുക്കൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് തന്നത് ഇത്തോഷി റിന്ന, അവന് ബാക്കപ്പ് ചെയ്ത് കൊടുത്ത് അവനെ സപ്പോർട്ട് ചെയ്ത് വരെ കൊണ്ടുവന്നതും യുയിച്ചി ഇസാഗിയാണ്. ശരിക്കും നമ്മുടെ റിന്നോട് ചോദിക്കും, ശരിക്കും നിനക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പറയും. അവന് റിൻ പറയും, എനിക്ക് 4 ഡിഫൻസിനെ താണ്ടി പോകണമായിരുന്നു, ആ 4 ഡിഫൻസിനെ താണ്ടി പോകണമെങ്കിൽ എനിക്ക് അവിടെ സാക്രിഫൈസ് വേണം, ആ സാക്രിഫൈസ് ആയിട്ടാണ് ഞാൻ ഇസാഗിയെ കൊണ്ടുപോയെന്ന് പറയും. ഓ, എനിക്ക് ആ ഉത്തരം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഈഗോ പറയും. അതിനുശേഷം നമ്മുടെ ഇസാഗിയോട് ചോദിക്കും, നിനക്കെന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. പറയും, ഞാൻ അവൻ്റെ സാക്രിഫൈസ് ഒന്നും അവനല്ല പോയേ, ഞാൻ പോയത് എനിക്ക് അവിടെ ഒരു ഗോൾ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോയത്, ഇനി ഞാൻ അവിടെ ഒരു ഗോൾ അടിച്ച് കാണിക്കുമെന്നും കൂടെ പറയും. അത്രയും പറയുമ്പോൾ നമ്മുടെ ഈഗോയ്ക്ക് അവൻ്റെ ഉത്തരം ഇഷ്ടപ്പെടും. അതിനുശേഷം പറയും, നിങ്ങൾ ഇതുവരെ ആഘോഷിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ശരിക്കും ഈ മാച്ചിനകത്ത് നിങ്ങളാരും അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇതുവരെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല, എങ്ങനെയൊക്കെ 3 ഗോൾ അടിച്ചു, അതാ സത്യം. ഇനി ഈ മാച്ച് കഴിയുന്നിടം വരെ നിങ്ങൾ ഗ്രൗണ്ടിലുള്ള ഓരോരുത്തരുമായിരിക്കും മാച്ചിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്, അത് ഈ മാച്ചിൻ്റെ ലാസ്റ്റ് മിനിറ്റ് കഴിയുന്നിടം വരെ നിങ്ങളെല്ലാം ഓർത്തിരിക്കണം എന്ന് പറയും. ആ ഓരോ മാച്ചും മിനിറ്റും കഴിയും തോറും നിങ്ങൾ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങുന്നതിന് പകരം ആ ക്യാരക്ടറായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അവർക്കെല്ലാവരും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം നമ്മുടെ ഇസാഗി ആണെങ്കിലും കിടന്ന് കത്തുമായിരിക്കും. അവൻ പറയും, ഓക്കെ സപ്പോർട്ടിങ് കാസ്റ്റ് ചെയ്യുന്നിട്ട് അവൻ മടുത്തു, ഇനി അവന് ഗോൾ അടിക്കേണ്ട സമയമെന്ന് പറയും.
അതിനുശേഷം ജപ്പാൻ U20 ടീമിനെ നമ്മളെ കാണിക്കുന്നത് അവർക്കാണ് അത്ര സന്തോഷമൊന്നും ഇല്ലായിരിക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ സായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാം സായിഡ് ചോദിക്കും, സായി ഇനി അടുത്ത ബ്ലൂ ലോക്കിൻ്റെ ഫോർമേഷൻ എന്താണെന്ന് നിനക്കറിയാമോ? അപ്പോൾ സായി പറയും, എനിക്കൊന്നും അറിയത്തില്ല, അതിന് നിങ്ങളുടെ പാടായി, ഞാൻ ഇവിടുന്ന് പോകുന്ന പറയും. ഇതെല്ലാം കേട്ട് അമ്മ കേട്ടു, നീ ഇവിടുന്ന് പോവോ, നീ സമയത്തോ? അങ്ങനെയാണെങ്കിൽ മാച്ച് ഞങ്ങൾ ഒന്നുകൂടെ തോക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അതൊക്കെ നീ എന്നോട് പറയുന്നത്, ഞാനും നിങ്ങളുടെ ക്യാപ്റ്റനായിട്ട് ഇട്ട ബെറ്റാ. നിങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞു ഷിദോ റിയൂസി ഇല്ലാതെ ഈ മാച്ച് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് അങ്ങ് ജയിക്കാൻ പറ്റുന്നു. ആ കഴിവില്ലാത്തവന് 3 തവണ ഞാൻ കൊടുത്തു ബോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ അവൻ അടിച്ചിരുന്ന ഈ ഗതി നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ഒന്നും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ നമ്മുടെ ഐക്യു പറഞ്ഞു, എല്ലാവരും ആദ്യം തന്നെ സോറി പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നമ്മുടെ ടീമിൻ്റെ ഫുൾ സ്കിൽ, മാക്സിമം സ്കിൽ എനിക്ക് നോക്കണമായിരുന്നു. പക്ഷേ അത് നമ്മളെ കൊണ്ട് നടന്നില്ല, നമ്മൾ ഭയങ്കര വീക്കായിപ്പോയി. കുഴപ്പമില്ല സായി, നിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡബിളുണ്ട്, എന്താ അവൻ വന്നാൽ നീ കളിക്കുമെന്ന് ചോദിച്ചു. അത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സായി വീണ്ടും അവൻ്റെ ജേഴ്സി എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. കാരണം സായിക്കറിയാം ഇനിയാണ് ശരിക്കുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഷിദോയും സായിയും തമ്മിലുള്ള ആ കെമിക്കൽ റിയാക്ഷൻ, ആ കോമ്പിനേഷൻ, അതിൻ്റെ ഗെയിം ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുക റിന്നെ ആയിരിക്കും ഗൈസ്. റിന്നാണെങ്കിൽ അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ റിന്നും അവൻ്റെ ചേട്ടനെയും കൂടെ എപ്പോഴും സ്കൂളിന് ശേഷം സോക്കർ കളിക്കും. അങ്ങനെ സോക്കർ കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആ ടീമിലുണ്ടെങ്കിൽ ലിറ്ററൽ ബീസ്റ്റുകളായിരിക്കും. ഇവർക്കെതിരെ ആർക്കും നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഇവർ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. റിന്നാണെങ്കിൽ ഐസ്ക്രീം ചലഞ്ചിൽ അത് ഡെയിലി ജയിക്കാനും തുടങ്ങി, സായി ഡെയിലി നോക്കാനും തുടങ്ങി. അങ്ങനെ ഒരിക്കൽ നമ്മുടെ സായി ചോദിച്ചു, നീ ശരിക്കും ഞാൻ ഇല്ലെങ്കിൽ നീ എങ്ങനെ സോക്കർ കളിക്കുക പറഞ്ഞു. ചേട്ടൻ ഇല്ലെങ്കിൽ ചേട്ടനും ഒരു റീപ്ലേസ്മെൻറ്റ് നോക്കും. അയ്യോ കൊള്ളാടാ, നിനക്ക് എനിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് നിനക്ക് ഒരിക്കലും കിട്ടത്തില്ലടാ എന്നൊക്കെ പറയും. എന്നിട്ട് അവനോട് പറയും, എടാ സ്പെയിനിലേക്ക് എനിക്കൊരു ക്ലബിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി, അപ്പം ഞാൻ നാളെ അവിടെ പോവായിരിക്കും. പക്ഷെ നീ എൻ്റെ ഡ്രീംസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല, നീ വീണ്ടും ഹാർഡ് ട്രെയിൻ ചെയ്യണം, ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എൻ്റെ ലെവലിനാവണം കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഒരു പ്രോമിസിങ് ചെയ്യും അവിടെ. അതിനുശേഷം നമ്മുടെ റിന്നാണെങ്കിൽ സായിയെ കൊണ്ടുവിടാൻ വേണ്ടി എയർപോർട്ട് വരെ പോകും. അവിടെ വെച്ചും പറയും, ശരിടാ ഞാൻ പോയിട്ട് വരാം, നിൻ്റെ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യണം, വേൾഡ് സെക്കൻഡ് ബെസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് പോവും. അങ്ങനെ റിന്നാണെങ്കിൽ അതിന് ശേഷം കഷ്ടപ്പെടാൻ തുടങ്ങി, രാപ്പകലില്ല കഷ്ടപ്പെടാൻ തുടങ്ങി. അവൻ എല്ലാ മാച്ചസും ജയിക്കാൻ തുടങ്ങി. അവൻ്റെ ടീം പോയാൽ പോലെ അവൻ അവിടെ നിന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സായി തിരിച്ചു വരും. നമ്മുടെ റിന്നാണെങ്കിൽ സായിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ റിൻ പറയും, ചേട്ടൻ ഇപ്പോൾ ഭയങ്കര അടിപൊളിയാണല്ലോ, ചേട്ടൻ്റെ പേരൊക്കെ ഇൻ്റർനാഷണൽ ഫേമസ് ആണെന്ന് പറയും. അപ്പോൾ സായി പറയും, അത്രയ്ക്കൊന്നും ഇല്ലടാ, എന്നെക്കാട്ടി നല്ലോണം കളിക്കുന്ന കുറേ പേരുണ്ടാന്ന് പറയും. പിന്നെ പറയും, എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം എന്ന് പറയുന്നത് വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആവുക എന്നുള്ളതാണ്. ഇത് കേട്ട് നമ്മൾ റിൻ ഞെട്ടിപ്പോവും. എന്ത് വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറോ? പക്ഷേ നമ്മൾ തീരുമാനിച്ച് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് നമ്മൾ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആവുകയെന്നല്ലേ. അതിന് സായി പറയും, ഓടാ ലോകം കാണാത്തവനൊക്കെ അതൊക്കെ തോന്നും, ഇപ്പോഴത്തെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആവുക എന്നുള്ളതാണ്, നീ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കറും എന്ന് പറയാം. ഇല്ല അത് പറ്റത്തില്ല, ഞാൻ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ വാക്ക് കേട്ട് ഇത്രയും കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഇല്ല, അതിന് ഞാൻ സമ്മതിക്കത്തില്ല പറഞ്ഞു. അതിന് സായി പറയും, എന്നാൽ ശരി വാ, നമുക്കൊരു 1-on-1 മാച്ച് കളിക്കാം, ഇതിൽ നീ എന്നെ താണ്ടി നീ ഗോൾ അടിച്ചാൽ നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആകാൻ വേണ്ടി പോകും, അഥവാ ഞാൻ നിന്നെ താണ്ടി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ തന്നെ നിൻ്റെ ഡ്രീം ഇവിടെ കൊണ്ട് തന്നെ കഴിയും. പക്ഷെ അത്രയും പറഞ്ഞ് നമ്മുടെ സായി ആ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ റിൻ റെഡി അല്ലായിരിക്കും. അപ്പോഴത്തേനും നമ്മുടെ സായി അടുത്തുനിന്ന് ബോൾ കയറിയിട്ട് പോവുമെങ്കിലും ആ ബോളിൻ്റെ അടുത്തെത്താൻ പോലും നമ്മുടെ റിനിന് കഴിയത്തില്ല. അങ്ങനെ ആ ബോൾ പോയി നമ്മുടെ സായി അടിക്കാൻ പോകുമ്പോൾ പറയും, ഈ 4 വർഷം നീ ഇവിടെ എന്തോ എടുക്കുമായിരുന്നു, നിനക്ക് ഈ ബോൾ ഒരു തവണ തൊട്ടാൻ പോലും പറ്റില്ലല്ലോടാന്ന് ചോദിക്കും. അതിനുശേഷം സായി പറയും, ഇതാ ഇവിടെ കഴിഞ്ഞു അല്ല. അതിൻ്റെ റിൻ പറയും, ഇല്ല നീ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ലേ ഇത്, നീ നിനക്ക് ഞാൻ പ്രോമിസ് ചെയ്ത കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞാൻ അവിടെ ട്രെയിൻ ചെയ്യുമായിരുന്നു, ഞാൻ ജപ്പാനിലെ ബെസ്റ്റായി, പക്ഷെ ഇപ്പം ഇതെല്ലാം വന്ന് നീ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ ശരിക്കും നിൻ്റെ കൂടെ ഞാൻ ഡ്രീം ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഗോൾ തന്നെ, ഫുട്ബോൾ കളിക്കണ റീസൺ. ഇനി ഞാൻ എന്തിനു വേണ്ടി ഫുട്ബോൾ കളിക്കും? അപ്പം അതിന് സായി പറഞ്ഞു, എന്നാൽ നീ നിർത്തിയേക്ക്, പിന്നെ നീ ഫുട്ബോൾ കളിക്കാനുള്ള റീസണായിട്ട് എന്നെ വെക്കറ്റ് ഒരിക്കലും എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നീ എനിക്ക് വെറും അനോയിങ് ആയിട്ടുള്ള വെറൊരു അനിയനാണ് കേട്ടോ, നിന്നെ എനിക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള അനിയനായിട്ട്, പക്ഷേ എനിക്ക് നിൻ്റെ ചിലപ്പോൾ ഇനി കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ റിന്നാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നതന്നെ നിർത്തും.
അവനാണെങ്കിൽ ഇത്രയും കാലം വെച്ച് അവൻ ഉണ്ടാക്കിയെടുത്ത ട്രോഫീസും അവൻ്റെ ചേട്ടനോടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ എറിഞ്ഞ് തല്ലി പൊട്ടിക്കുകയെല്ലാം. അട്ട് പറയും ഇതിനുള്ള എല്ലാ സഹായം അനുഭവിക്കുമെന്ന് പറഞ്ഞു. അവനെ തോൽവി എന്താന്ന് ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അവനെ സപ്പാസ് ചെയ്യും ഞാൻ എന്ന് പറഞ്ഞ് അവൻ അന്ന് എടുത്ത തീരുമാനമാണ് അവനിപ്പം U20 അഗൈൻസ്റ്റ് കളിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രസൻറ്റ് കാണിക്കും ഗൈസ്. ആ സമയത്ത് നമ്മുടെ ഇസാക്കി നമ്മുടെ റിന്നിൻ്റെ അടുത്തേക്ക് വരും. ഇസാക്കി നമ്മുടെ റിന്നിൻ്റെ അടുത്തുകൊണ്ട് പറയും, ഡാ വാ സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ സമയമായി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴോ ആദ്യം കാണുന്ന ഡബിളിനെ ആയിരിക്കും ഷിദോറോ യൂസിയെ. അപ്പം അവർക്കൊണ്ട് മനസ്സിലായി ഇനിയാണ് ഗെയിം സ്റ്റാർട്ടാകാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ആൻഡ്രി ഈഗോട് ചോദിക്കും, ഷിദോ ഗെയിമിൽ ഇറങ്ങിയിട്ടുള്ളല്ലോ, നമുക്ക് ഫോർമേഷൻ മാറ്റണ സമയമായെന്ന് ചോദിക്കും. അനീഗോ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം U20 ഷിദോയെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് അത് വലിയ വിഷയമില്ലായിരിക്കും. പക്ഷേ സായി എന്തുകൊണ്ട് ഷിദോ ഇറക്കി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്തത്. നോക്കാം അവൻ്റെ ഈഗോ അവനെ ഗോൾ പോസ്റ്റ് വരെ എത്തിക്കുമോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ തീരുവാണ് ഗൈസ്. അതിന് വെച്ചന്മാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഉള്ളിലേക്ക് ഇടുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ ഇത്രയും താമസിച്ചതിന് വളരെ സോറി. എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇനി എനിക്ക് 18-ാം തീയതി ഉള്ളൂ എക്സാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ അടുത്ത എപ്പിസോഡോടെ ഇട്ട് ബ്ലൂ ലോക്ക് ഞാൻ റെഡിയാക്കി തരാം. നാളെ അടുത്ത് ഇറങ്ങും. എല്ലാം നിങ്ങൾക്ക് പക്ക സെറ്റാക്കി ഞാൻ തരാം. പിന്നെ നമ്മുടെ ബ്ലൂ ലോക്ക് ഇനി 2 എപ്പിസോഡും കൂടെ ഉള്ളൂ കേട്ടോ. എപ്പിസോഡ് 12-ന് ബ്ലൂ ലോക്ക് സീസൺ 2 തീരും. പിന്നെ ഡൻഡഡാൻ ആണെങ്കിൽ ഈ തീർന്നു. ലാസ്റ്റ് എപ്പിസോഡ് ഇന്നലെ എന്നോ ഇറങ്ങി. അപ്പം ഇനിയും ബ്ലൂ ലോക്ക് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ഡൻഡഡാൻ ആയിരിക്കും ചെയ്യുന്നത്. So that's it. It's me, your beast, signing out. Bye bye.